നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നെട്ടയം പിടയന്നൂർ ദേവി ക്ഷേത്രത്തിലെ 2023 നടന്ന അഷ്ടബന്ധ നവീകരണ കലശത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന അഷ്ടബന്ധം ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് ക്ഷേത്ര മേൽശാന്തി നമ്മളോടൊപ്പം സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് കടമ്പനാട് സുരേഷ് എന്നാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തിപ്രബോധം നജയദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതമഭിം അധസ്ത്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാതിഹരവി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ സ്തോത്രമാണ്. അപ്പോൾ അതിൽ ദേവിയുടെ, അതായത് ശക്തിയുടെ, പരാശക്തിയുടെ ഒരു നോട്ടം ഏറ്റില്ലെങ്കിൽ ശിവനും ബ്രഹ്മവിഷ്ണുക്കളുമൊക്കെ പ്രവൃത്തി ചെയ്യാനാവതില്ലാതിരിക്കും. അതായത് ശക്തി എന്ന് പറഞ്ഞാൽ പരാശക്തി, ദേവി, വിദ്യുത് ശക്തി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ മറ്റ് മറ്റ് ദേവന്മാരെല്ലാം വൈദ്യുത ഉപകരണങ്ങളെ പോലെയാണ്. അപ്പോൾ ഇവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ എനർജി, വിദ്യുത് ശക്തി വേണം. അതാണ് ഈ ദേവിയുടെ ദൃഷ്ടി കൊണ്ട് അല്ല നോട്ടമേറ്റില്ലെങ്കിൽ ശിവൻ പോലും അനങ്ങാൻ പ്രാപ്തിയില്ലാതിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിഗ്രഹത്തിലെ ദേവീ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ശിവൻ്റെ പീഠം ശിവനായിട്ടും വിഗ്രഹം ദേവിയായിട്ടും, അപ്പോൾ ഇത് തങ്ങളിലുള്ള യോഗമാണ്. ഇനി ശിവലിംഗ പ്രതിഷ്ഠയാകുമ്പോഴത്തേക്ക് പീഠം ദേവിയായിട്ടും അതിലുറപ്പിക്കുന്ന ലിംഗം ശിവനായിട്ടും സങ്കല്പമാണ്. അപ്പോൾ ഇത് തങ്ങളിൽ കൂടിച്ചേരുന്നത് ഈ അഷ്ടബന്ധം എന്ന് പറയുന്ന ഔഷധദ്രവ്യങ്ങളെ കൊണ്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കൂട്ടുകൊണ്ടാണ് ഉറപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വലുതായിട്ടുള്ള ചൈതന്യമുണ്ട്. ഇപ്പോൾ ഈ പിടയന്നൂർ അമ്പലത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 12 വർഷം പൂർത്തിയായി. അപ്പോൾ ഈ 12 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നവീകരണ കലശം. അതിൻ്റെ കൂടെ അഷ്ടബന്ധവും ചേർത്താറുണ്ട്. അപ്പോൾ ഈ അഷ്ടബന്ധത്തെക്കുറിച്ച് അതിലെന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് 2 വാക്ക് സജ്ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അഷ്ടബന്ധക്കൂട്ടിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. ശംഖ്, ചെഞ്ചല്യം, കടുക്ക, നെല്ലിക്ക, നൂൽപ്പരുത്തിക്കുരു, കോലരക്ക്, ചരൽ, നല്ലെണ്ണ, ഇങ്ങനെ 8 സാധനങ്ങൾ ചേർത്താണ് അഷ്ടബന്ധം എന്ന് പറയുന്നത്. പിന്നെ ഓരോ അനുപാതമുണ്ട്. ഓരോന്നിനും 6 ഭാഗം ശംഖുപൊടി ആ ഒരു ക്രമത്തിൽ വരും. നെല്ലിക്ക, തന്നിക്കയൊക്കെ 1/2 ഭാഗം. ഇങ്ങനെയാണ് ഇത്. ഈ 7 സാധനങ്ങൾ ഇടിച്ച് കൂട്ടിയിട്ട് അഷ്ടബന്ധം ചാർത്തുന്ന സമയത്ത് വിഗ്രഹത്തിൽ 41 ദിവസമാണ് ഇത് ഈ സാധനങ്ങളെ ഇടിച്ച് കൂട്ടുന്നത്. 41 ദിവസവും ഇടിക്കും, ഇത് ബോളാക്കി വയ്ക്കും. പിറ്റേ ദിവസം വീണ്ടും ഇടിച്ച് അത് കുഴഞ്ഞു വരുന്ന ആ ഇടിച്ച് കുഴഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും ഉരുട്ടി വയ്ക്കും. അങ്ങനെ 41 ദിവസം മഠത്തിൽ വെച്ച് ഇടിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠാ കലശങ്ങളെല്ലാം ആടിയതിന് ശേഷമാണ് പീഠത്തിൽ നിന്ന് വിഗ്രഹം ഉയർത്തിയതിന് ശേഷം പീഠത്തിലൊരു ലെയർ അഷ്ടബന്ധമുണ്ട്. അത് കഴിഞ്ഞ് വിഗ്രഹം ഉറപ്പിച്ചതിന് ശേഷം ഈ രണ്ടും ചേർന്ന ഭാഗത്ത് ഒരു ലെയർ കൂടെ വെച്ച് മുളയുടെ പീസ് കൊണ്ട് ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇത് തേച്ചൊരു രൂപത്തിലാക്കി അതിൽ ശംഖുപൊടി ചേർത്ത് കൈകൊണ്ട് തേച്ച് ഉറപ്പിക്കുകയാണ്. ഈ പ്രക്രിയ 41 ദിവസം തുടരും. ആ ദിവസങ്ങളിൽ നനയാൻ പാടില്ല, തുളസിയില തൊടാൻ പാടില്ല. അപ്പോൾ ഈ 41 ദിവസം കഴിയുന്ന ദിവസമാണ് ഇത് എണ്ണയാടി ഇഞ്ചി തേച്ച് അഭിഷേകാദികളെല്ലാം ചെയ്തു തുടങ്ങുന്നത്. 41 ദിവസം അത് നനയ്ക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ 7 സാധനങ്ങൾ ഇടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വിഗ്രഹത്തിൽ ചാർത്തുന്ന ദിവസം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ഇത് വീണ്ടും ഇടിച്ച് കൂട്ടുന്ന സമയത്താണ് നല്ലെണ്ണ ചേർക്കുന്നത്. ഇതാണ് അഷ്ടബന്ധം. ലിയന്തേ എത്ര ഭൂതാനി നിർഗച്ഛന്തി യഥപ്പുന തേനലിംഗം പരം വ്യോമം നിഷ്കല പരമശിവ. ഇതിൽ ലിയന്തേ എത്ര ഭൂതാനി, എല്ലാ ഭൂതങ്ങളും ഇതിൽ ലയിച്ച് ചേരുന്നു. നിർഗച്ഛന്തി യഥപ്പുന, ഇത് ഈ വിഗ്രഹത്തിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പഞ്ചഭൂതങ്ങളായിട്ട് വേർതിരിഞ്ഞ് പുറത്തേക്ക് വീണ്ടും വരും. ഈ പഞ്ചഭൂതങ്ങളുടെ സമഞ്ജസമായിട്ടുള്ള സമ്മേളനം കൊണ്ടാണ് ഒരാളെ ജീവസുറ്റ ശക്തിയായിട്ട് കഴിയുന്നത്.